ചായ കൂടി നിർത്താൻ എന്നാ പാടല്ലേ? അങ്ങനെ ചോദിച്ചാ ചില ഭക്ഷണങ്ങളൊക്കെ അങ്ങനെയല്ലേ? എങ്ങനെ? ലൈക്ക് നമ്മുടെ ചായ എന്തോരം അടിപൊളിയായിട്ടുള്ള വൈറലായിട്ടുള്ള ഡ്രിങ്ക്സ് തോന്നുന്നു, ഈ കുലുക്കി സർബത്ത്, ഫുൾ ജാർ സോഡ. പക്ഷെ അതിനൊന്നും നമ്മുടെ ചായയുടെ അത്രയും പിടിച്ചു വെക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ ചായക്ക് എന്തോരം വെറൈറ്റീസാ, ഇഞ്ചി ചായ, ഏലക്കയിട്ട ചായ. പിന്നെ റീസെന്റ് ഒരു കോമ്പിനേഷൻ വന്നില്ലേ, ഈ ബൺ മസ്കി ഇറാനിയൻ ചായ. അതെന്തൊരു വിയേർഡ് കോംബോ ആയത്. എങ്ങനെ ഇതൊക്കെ ഹിറ്റായ? അതിഷ്ടല്ല. ഇല്ല. ഈ ബണ്ണും ബട്ടറും കണ്ടൻസ്ഡ് മിൽക്കും ഇതെല്ലാം കൂടെ എങ്ങനെ ഒരുമിച്ച് കഴിക്കുന്നത്? അതെനിക്ക് ഭക്ഷണശാസ്ത്രത്തിനെ പറ്റി അറിയാത്തോണ്ടാണ്. ഓ, നമ്മൾ ജന്മത്ത് പോലും വിചാരിക്കാത്ത ചില കോമ്പിനേഷൻസ് ആയിരിക്കും അടിപൊളിയായിട്ട് ഹിറ്റ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ബ്രെഡും ബീഫ് സ്റ്റൂവും, മാമ്പഴം, ബിരിയാണി, ചമ്മന്തി, ഉണ്ണിയപ്പവും ചിക്കൻ കറി, ഉപ്പുമാവും. സാമ്പാർ. ഈ തിയറി ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആണ്. എന്ത്? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിയേർഡെന്ന് തോന്നുന്ന ചില കോമ്പിനേഷൻസ് ആയിരിക്കും ജീവിതത്തിലെ ഏറ്റവും നല്ല ഫ്ലേവേഴ്സ് കിട്ടുന്നത്. രണ്ട് ചായ പറയട്ടെ? എനിക്കിഷ്ടം കോഫിയാ. ചേട്ടാ, ഒരു ചായ, ഒരു കോഫി.